Next we invite A.A. Wahab to present the paper on the topic Empowerment through Knowledge and Faith. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد الأمين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. Respected Chairman, sisters and brothers, Assalamu alaikum wa rahmatullah. Today is the third day. We are continuously discussing about the empowerment of women under the title of Empowering Women Paradigms, Sources and Methodologies. Many papers in different views have been presented and some valuable comments are highlighted by the eminent scholars and learned persons. Really, what is empowerment? The definition of empowerment we can see, or we can say as the empowerment of a person or a group of people is the process of giving power and status in a particular situation. Quran extensively speaks about power and empowerment and relates the process of distributing power with beautiful episodes. I have been asked by majority of the audience to talk on a topic in Malayalam language. Even though our guests, learned persons from outside Kerala are presenting here, our learned Professor Kamal Pasha is here. I told him if they need, he can give a summary of my paper. ശാക്തീകരണത്തിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് 2 ദിവസമായി നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ശക്തി? എങ്ങനെയാണ് ശക്തി സംഭരിക്കുന്നത്? എന്തിനാണ് ശക്തി പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. All power belongs to Him, belongs to Allah alone. Al-Baqarah 165. ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ശക്തിയിലാണ്, ഊർജത്തിലാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും എനർജിയിലാണ്, ഊർജത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഊർജത്തിനൊരു സോഴ്സ് ഉണ്ട്, ഒരു കേന്ദ്രമുണ്ട്. പ്രപഞ്ചത്തിൽ ഒന്നിലധികം ഊർജ കേന്ദ്രങ്ങളില്ല, ഒരേ ഒരു ഊർജ കേന്ദ്രമേ ഉള്ളൂ. ആ ഊർജ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാത്തിനും, എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدْرٍ مَّعْلُومٍ. എല്ലാത്തിൻ്റെയും ഊർജ ഭണ്ഡാരം അല്ലാഹുവിൻ്റെ കയ്യിലാണ്. ഒരു നിശ്ചിത അളവും തോതും വെച്ച് മാത്രമേ നാം അത് ഇറക്കിക്കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പും പ്രപഞ്ച സൃഷ്ടിപ്പുമൊക്കെ ഒരു ടൈം ബൗണ്ട് പ്രോഗ്രാമാണ്, അതായത് ഒരു നിശ്ചിത സമയബന്ധിത പരിപാടിയാണ്. ജീവിതം എന്നത് ഒരിക്കൽ തുടങ്ങിയാൽ അവസാനിക്കാത്ത ഒരു മഹാപ്രയാണമാണ്. ആ പ്രയാണത്തിലെ ആദ്യ ഭാഗം ഭൗതികമാണ്. അൽ ഹയാത്ത് ദുനിയ, മെറ്റീരിയൽ ലൈഫ്, ഭൗതിക ജീവിതം. പദാർത്ഥ പ്രധാനമായ ഈ ഭൗതിക ജീവിതത്തിൽ ഈ പദാർത്ഥങ്ങൾക്കുള്ള എല്ലാ എനർജിയും നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
ഇവിടെ ഈ ജീവിതമെന്ന മഹാനിയോഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ വസ്തുതകളൊക്കെ സംവിധാനിച്ചിട്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ ഉന്നതമായ സിഫത്തുകളുടെ പ്രതിഫലനം നടത്തണം. അതാണ് ഖലീഫ. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഖലീഫയാവണമെന്നുള്ളതാണ്. അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം വേണ്ടത് എന്താണെന്ന് അവന്റെ സൃഷ്ടാവിനറിവ്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, നോളജ് നൽകിയത്. അല്ലാഹു ആദമിനെ പേരുകൾ പഠിപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അതായത് the power of identification. Allah taught the power of identification of everything to Adam alayhi salam. എല്ലാത്തിനെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയെന്നുള്ള മാലാഖമാർക്ക് പോലും ഇല്ലാത്ത ഒരു കഴിവാണ്. മനുഷ്യ സൃഷ്ടിപ്പിൽ അസൂയ കൊണ്ട മാലാഖമാർ ചോദിക്കുന്നതായിട്ട് മനോഹരമായ ഒരു ചിത്രീകരണം ഖുർആനിലൂടെ നടത്തുന്നുണ്ട്. എന്തിനാണ് തസ്ബീഹ് ചെല്ലാനും നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും ഞങ്ങളിവിടെ ഉള്ളപ്പോൾ പുതിയ ഒരു സൃഷ്ടി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന സൃഷ്ടി എന്ന് മലക്കുകൾ ചോദിച്ചു. അത് നമ്മുടെ ഒരു ചോദ്യം മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആദമാണെന്നും ജീവിതവും പ്രപഞ്ചവും സംബന്ധിച്ച് ജ്ഞാനം നൽകി. ദ പവർ ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിന്റെ ശക്തി. അതാണ് ആദമിന് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ആദമിനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് മലക്കളോട് സാക്ഷ്യപ്പെടുത്തി അല്ല പറയാമെന്ന് പറഞ്ഞു കൊടുക്കൂ. ആദമിനോട് ഇത് പഠിപ്പിച്ചിട്ട് മലക്കളോടല്ല പറയാണ് ഈ സാധനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങൾക്കറിയില്ല. ഇവിടെ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ പഠിപ്പിക്കുന്നു. പരിശുദ്ധരായ അതുപോലെ അതായത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മുഖർറബീങ്ങളായ മാലാഖമാർക്ക് പോലും നൽകാത്ത ഒരു മഹാശക്തി, വിജ്ഞാനത്തിന്റെ ശക്തി നൽകുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരുപാട് സംഗതികൾ തന്നെ പറഞ്ഞു പോകുന്നു. അതൊന്നും വിശദമായി പറയാനില്ല. വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണ്. ഇനി അതിഗംഭീരമായ മറ്റൊരു ചിത്രീകരണം ഖുർആനിൽ നമുക്ക് കാണാം. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ആദം നബിയെ പടച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുതുകിൽ തടവി എല്ലാ ആത്മാക്കളെയും പുറത്തു കൊണ്ടുവന്നിരുന്നു. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവർക്ക് അവരെ തന്നെ സാക്ഷിയാക്കി എന്ന് പറഞ്ഞാൽ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്, അതിനെ കുറിച്ച് പറയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോ നഫ്സ് എന്ന് പറഞ്ഞൊരു സംഗതി കൊടുത്തു. ഈ നഫ്സിന്, അതായത് കമ്പ്യൂട്ടറിന് ഹാർഡ് ഡിസ്ക് പോലെ ഈ നഫ്സിന് ഒരു നേച്ചറുണ്ട്, ഫെയ്ത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു രസകരമായ ഒരു കഥയുണ്ട്. അത് എത്രമാത്രം ഓതന്റിക് ആണെന്ന് അറിയില്ല, സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് ചോദിച്ചു, അതായത് ആത്മാക്കളെ വരുത്തിട്ട് ചോദിച്ചു, നിങ്ങളാരാണ്, ഞാനാരാണ്? അപ്പൊ പറഞ്ഞു, നീ തന്നെ, ഞങ്ങൾ തന്നെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് സൃഷ്ടിച്ചു. വിശപ്പിന്റെ വേദന കൊണ്ട് വിളിച്ചപ്പോ, കരഞ്ഞപ്പോ, രക്ഷിക്കണേ രക്ഷിതാവേ എന്നാണ് അവർ വിളിച്ചത്. അപ്പൊ അള്ള ഭക്ഷണം കൊടുത്തു, രക്ഷിച്ചു. അപ്പൊ അതിന്റെ ആ ബാക്കി ഭാഗം ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റതൊക്കെ ബൈബിൾ കഥകളുമായി ബന്ധപ്പെട്ടതാണ്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിച്ചത്, ഞാനല്ലേ നിങ്ങളെ രക്ഷിച്ചത്? ഖാലൂ ബലാ ശഹദിന, അതെ നീ തന്നെയാണ്. എന്നിട്ട് അള്ള പറയുന്നത്, ഞങ്ങള് ഇതറിഞ്ഞില്ല എന്ന് നിങ്ങൾ പിന്നീട് പറയാതിരിക്കാൻ, ഖിയാമത്തിന്റെ നാളില് നിങ്ങളിത് നിഷേധിക്കാതിരിക്കാൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്ത തോന്യാസം അതിന് ഞങ്ങളെ ശിക്ഷിക്കണോ എന്ന് ചോദിക്കാതിരിക്കാൻ നിങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഈ മനോഹരമായ ഈ ചിത്രീകരണത്തിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യന് ആദ്യത്തെ പവർ നോളജിൻ്റെതാണ്, രണ്ടാമത്തെ പവർ ഫെയ്ത്തിനാണ്, ഫെയ്ത്ത് ഇൻ ട്രൂത്ത്,
യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ശക്തിയും കൊടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവിടെ മനുഷ്യൻ എന്ന് അല്ലാഹു പറയുമ്പോൾ ആണും പെണ്ണും ചേർന്നതാണ് എന്നാണ് ഖുർആന്റെ സങ്കല്പം. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് വിമൻ എന്നുള്ളത്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, അതായത് നിങ്ങളെ സൗജുകളായി അതായത് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്നാണ്. മിൻ നഫ്സിൻ വാഹിദ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്നാണ് ഒരുപാട് ആളുകൾ. അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായി ഇൻസാൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് there is no difference between these two. One is the part of another. A person, a man is not complete as a human being, and a woman is not complete as a human being. Both just like mouth and belly, വായും വയറും പോലെയാണ്. മനുഷ്യന്റെ വായുണ്ട്, വയറില്ലെങ്കിൽ വാ കൊണ്ട് ആവശ്യമില്ല, വായില്ലെങ്കിൽ വയറുകൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. അങ്ങനെ രണ്ടും ഒരുപോലെ. പക്ഷെ വായ്ക്ക് ഫംഗ്ഷൻ വേറെയാണ്, വയറിന്റെ ഫംഗ്ഷൻ വേറെയാണ്. അതുപോലെ ആണിന്റെ ഫംഗ്ഷൻ വേറെയാണ്, പെണ്ണിന്റെ ഫംഗ്ഷൻ വേറെയാണ്. നോട്ട് ഇൻ അപ്പർ, നോട്ട് ഇൻ ഡൗൺ. ഭാര്യ ഭർത്താവ് എന്ന സങ്കല്പം മലയാളത്തിൻ്റെതാണ്, അള്ളാഹുവിന്റെ ഖുർആനിലല്ല. ഭരിക്കപ്പെടേണ്ടവളാണ് എന്ന സങ്കല്പമല്ല. പേഴ്സ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നമുക്ക് ചിന്തിക്കാൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി അല്ലാഹു തന്നതാണ്. ഹ്യൂമൻ ബീയിങ് അല്ലാഹു തആല രണ്ടാക്കി, അത് ആണും പെണ്ണുമാക്കി, അതായത് മാൻ വുമൺ ആക്കിയിട്ട്, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചേർന്നതാണ് ജീവിതം. ഒന്നിന്റെ ശക്തി ക്ഷയിച്ചാൽ മറ്റതിന്റെ ശക്തി ക്ഷയിക്കും, ഒന്നിന്റെ ശക്തി കൂടിയാൽ മറ്റത് തളർന്നു പോകും. ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് യഥാർത്ഥതാണ്. പെണ്ണ് മാത്രം പൂർണ്ണ മനുഷ്യൻ ആവില്ല, ആണ് മാത്രവും മനുഷ്യനാവില്ല. ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദീനിന്റെ 2/3 പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു സമ്പൂർണമായ ജീവിതമാണ്. ഈ ജീവിതം ഒന്നിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളൊന്ന് ജീവിക്കണം. യു ഹാവ് ടു എംപവർ യുവർ ഇൽം ആൻഡ് ഈമാൻ, ഫെയ്ത്ത് ആൻഡ് നോളജ്. ആദ്യം തന്നത് ഇൽമാണ്, പിന്നെ വിജ്ഞാനമാണ്. അതാണ് ഏറ്റവും വലിയ ശക്തി. ശാക്തീകരണം ശരീരത്തിലല്ല, മനസ്സിലാണ്, ഈമാനിലാണ്, അതുപോലെ ഇൽമിലാണ്. അവരെ ഒരു അടുത്ത മനോഹരമായ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇൻ ജന്ന, സ്വർഗത്തിൽ വരികയാണ്. അതായത് നിങ്ങൾ എവിടെഷ്ടം സഞ്ചരിച്ചുകൊള്ള, എന്തും തിന്നുകൊള്ള, അവിടെ ഒരു വൃക്ഷമുണ്ട്, ഒരു അരുതായ്മ, അതിനോട് സമീപിക്കരുത്. അങ്ങനെയായാൽ യു വിൽ ബി ക്രിമിനൽസ്, വാല്യങ്ങളായി പോകും. പക്ഷേ മനുഷ്യനൊരു എനിമിയുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ എനിമി. അത് ഇൻസ്പയർ ചെയ്തു, വസ്വാസ് ഉണ്ടാക്കി, അങ്ങനെ ആ പഴം പറിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. فوسوس لهما الشيطان ليبدي لهما ما وري عنهما سوآتهما ما نهاكما عن هذه الشجرة إلا أن تكون ملكين أو تكون من الخالدين وقاسمهما إني لكما لمن الناصحين. നിങ്ങൾ ഇവിടെ സ്വർഗീയ സുഖത്തിൽ കൂടിയിട്ട് മലക്കുകളാവുകയോ നിത്യമായ അമരത്വം ചിരഞ്ജീവികളായി പോവുകയോ ചെയ്യും എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു യഥേഷ്ടം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുന്നു. അവസാനം ആദ്യം കിട്ടിയ സന്ദർഭത്തിൽ അക്രമം കാണിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻസ് ആദ്യമായ ക്രൂക്കറ്റ് പരിപാടിയാണ്. നമ്മളെ ആലോചിച്ചൊക്കെ അറിയാം, വക്രതയാണ് ആദ്യം നമ്മളിൽ നിന്നുണ്ടായത്. അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അതുണ്ടായപ്പോ
മനുഷ്യന്റെ ഒരു നേച്ചർ അവിടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു ഫദല്ലാഹുമാ ബിഗുറൂരിൻ ഫലമ്മാ ദാഖാ ശജറത ബദഅത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാന മിൻ വറഖിൽ ജന്ന വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹാകുമാ അൻ തിൽക ശജറ വഅഖുൽ ലകുമാ ഇന്നശ് ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വെരി ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. അതായത് ആ പഴം പറിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ പറിച്ചു. എന്തിനും പറിച്ചു? അവിടെ സുഖം അധികരിപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ്. സംഭവിച്ചത് അവരുടെ നഗ്നത വെളിവായി പോയി. അവരെ മറച്ചു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സംഗതികൾ വെളിവായി. അതുവരെ സ്വർഗീയ തുലാടകളായ ഒരു വസ്ത്രം അവർക്കുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതായത് പ്രകാശത്തിന്റെ വസ്ത്രം. when they tasted the fruit of the forbidden tree, അവരത് ഭക്ഷിച്ചപ്പോ they became naked. അതാണ് തുണി ഉരിഞ്ഞു പോയി എന്ന് പച്ച മലയാളത്തിൽ പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനസ്സിന്റെ നഗ്നത വെളിവായി പോയി. ആദ്യം വെളിവാകുന്നത് മനസ്സിന്റെ നഗ്നതയാണ്, പിന്നെയാണ് ശരീരത്തിന്റെ നഗ്നത വെളിവാകുന്നത്. ശരീരത്തിന്റെ നഗ്നത വെളിവാക്കിക്കൊണ്ട് നടക്കുന്നവർ മനസ്സിന്റെ തഖ്വയായ നഗ്നത ഇല്ലാത്തവരാണ്, നഗ്നത മറയ്ക്കുന്നത് ഇല്ലാത്തവരാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നു. The first thing happened to human being is they just clear their nakedness when they walamma daqa shajara, when they tasted the fruit of that forbidden tree. അവര് സംഭവിച്ചു പോയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അത് പറിക്കരുത് എന്ന്? നിങ്ങൾക്ക് അതുവഴിയാണ് ഹവ്വയ്ക്ക് ആദ്യമായി മെൻസസ് ഉണ്ടായത് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. അതുവരെ അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. ലൈംഗികാവയവങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവർക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി അത് ചെയ്തു? സുഖിക്കാൻ. അള്ളാഹു കൊടുത്ത സുഖത്തിന്റെ അപ്പുറം സുഖിക്കാൻ വേണ്ടി. ആ പിശാച് മനുഷ്യനെ വ്യക്തമായ ശത്രുവാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ബിതു അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അവർ പറഞ്ഞു റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾക്ക് നഷ്ടം പറ്റി, നീ പാപമോചനം സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകുമായിരുന്നു. ഇഹ്ബിതു ബഅലകും ലിബഅലിൻ അദുവും വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. അങ്ങനെ ഭൂമിയിലേക്ക് ജീവിക്കാൻ വരികയാണ്. ആദമിനോടും ഹവ്വയോടൊപ്പം ഇബ്ലീസും വന്നിരിക്കുന്നു. ഇവിടെ രണ്ട് പവർ ഉണ്ട്, ഒരു നെഗറ്റീവ് പവറും പോസിറ്റീവ് പവറും. When we talk about the empowerment, we should be very careful about the real power. Positive power and negative power. Positive power from Almighty God, the negative power is from Shaitan. It is clearly said in Quran. وَمَنْ يَعِشَ عَنْ ذِكْرِ الرَّحْمَنِ نُقَيِّضْ لَهُ شَيْطَانًا فَهُوَ لَهُ قَرِينٌ. If anybody leave, ആരെങ്കിലും അല്ലാഹുവിനെ ഉപേക്ഷിച്ചാൽ, we will appoint him the Satan as his boon companion. അത് ശൈത്താനാകും പിന്നെ അവന്റെ കമ്പനി. ശൈത്താൻ ഇവിടെ അസത്യം പ്രചരിപ്പിക്കുക, അനാവശ്യമായ താല്പര്യങ്ങൾ ഉണ്ടാക്കുക, അനുഭൂതികൾ ഉണ്ടാക്കുക, മിഥ്യ ഉണ്ടാക്കുക, മനുഷ്യനെ സഈറിലേക്ക്, അതായത് കത്തിയാളെന്ന നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക. ഇതാണ് ശൈത്താന്റെ. ദിസ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ശൈത്താൻ. To lead the human being to hellfire. അതാണ് യഥാർത്ഥത്തിൽ ശൈത്താന്റെ ഡ്യൂട്ടി. അപ്പോ പോസിറ്റീവ് പവർ. When we talk about empowermentനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, ഉടുതുണി അഴിക്കുന്ന ശാക്തീകരണമാണെങ്കിൽ ലോകത്തിന് ആപത്താണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. The people of ആദ് സമൂഹ ഗോത്രക്കാർ, ലൂത്തിന്റെ ജനത, അതുപോലെ അസ്ഹാബുൽ ഐക്കസ്, അതുപോലെയുള്ള ഒരുപാട് ആളുകള് they have collected the power. അവർ ശക്തി ശേഖരിച്ചു. ഫറോവനെ പോലെയുള്ള ആളുകള് അവർ ശാക്തീകരണം നടത്തി ദുന്യാവിന് വേണ്ടി.
അതെല്ലാം താൽക്കാലികങ്ങളായിരുന്നു, നശിച്ചു പോകുന്ന ശാക്തീകരണമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്നും അവരുടെ ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം നശിച്ച് നാമാവിശേഷമായി പോയിരിക്കുന്നു. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വദുറൂഇൻ വമകാനിൻ കരീം വനഅമതൻ കാനൂ ഫിഹാ ഫാകിഹീൻ കദാലിക ഔറത്നാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുല്ലദീൻ. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. ഒരു ജനത അപ്പാടെ അവരുണ്ടാക്കിയ കൊത്തളങ്ങളോടൊപ്പം തകർന്നുപോയി. ഒരുപാട് വയലേലകൾ, രമ്യഹർമ്മ്യങ്ങൾ, മണിമന്ദിരങ്ങൾ, എല്ലാവിധ സംസ്കാരത്തിന്റെയും ഔന്നത്യത്തിന്റെയും എല്ലാ കൊത്തളങ്ങളും അവിടെ തകർന്നടിഞ്ഞു. അവരും they tried for their empowerment, but it is not in the right path. അത് മോശമായ വഴിയിലായിരുന്നു. വളരെ മോശമായ വഴിയിലൂടെ എംപവർമെന്റിന് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി ശ്രമിച്ചാൽ അങ്ങനെ ശ്രമിച്ച ജനത ലോകത്ത് തകർന്നു പോയതിന്റെ ഒരുപാട് കഥകൾ ഖുർആനിലെ മനോഹരമായി നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന മഹാനായ അല്ലാഹു, ജീവിതം നിയന്ത്രിക്കുന്ന മഹാനായ അല്ലാഹു, അവനെ കുറിച്ചുള്ള വിജ്ഞാനം, അവനെ കുറിച്ചുള്ള വിശ്വാസം, അത് ആണും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, അവിടെ പുരുഷ ശാക്തീകരണവും, അതായത് വിമൻ എംപവർമെന്റിനെ കുറിച്ച് പറയുമ്പോൾ മെൻ എംപവർമെന്റിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ആണും പെണ്ണും രണ്ടുപേരും ശാക്തീകരണം ആവശ്യമാണ്. അത് പരസ്പരം കോഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും ഒരു സുന്ദരമായ ജീവിതം നയിക്കണം. They have to represent their God. അല്ലാഹുവിന്റെ ഉന്നതമായ സിഫത്ത് ഖലീഫ, ജാഇലുൻ ഫിൽ അർളി ഖലീഫ. And we are the people, chosen people, ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അതായത് ഉമ്മത്തം വസത, അതായത് മധ്യമ സമുദായം, ഉത്തമ സമുദായം. We have to lead the people in the front row, not from the back side. സോ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യ സമൂഹത്തിന്, ഹ്യൂമാനിറ്റി, മനുഷ്യ സമൂഹത്തിനാണ് ഒരു പീസ്ഫുൾ ലൈഫ്, സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. You are always in front if you are believers. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. Condition is there. If you really believe in Almighty Allah, His power, from Him you are taking this empowerment. There is no other way. هو القهار الواحد, هو العزيز القهار. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. So it is the duty of we people to give the exemplary example to the people of the nation, to the whole world. We are witnessing that Allah is alone. Allah ഏകനാണ് എന്നതിന് നമ്മളാണ് സാക്ഷി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനാണ് സാക്ഷി. അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ശാക്തീകരണം യഥാർത്ഥത്തിൽ അതിലേക്കാണ് പോകേണ്ടത് എന്ന് പറയാം. all of you are playing the role of the prophet. After Prophet sallallahu alaihi wasallam there is no prophet. thumma istafayna min ibadina. Allah has chosen from us, chosen istafayna Mustafa Rasul Kareem sallallahu alaihi wasallam എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സമുദായത്തിലെ ഓരോ ആളിനും മുസ്തഫ എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഹുവ സമ്മാകുൽ മുസ്ലിമീൻ. He named you as Muslims. Min qabli wa fi hada. You are not the person named yourself as Muslims. He named you as Muslims from the beginning to this prophet. So it is the duty of our people. So we must understand. Alhamdulillah Rabbil Alameen. Next week.